എല്ലാ പ്രിയ ബന്ധുക്കൾക്കും നമസ്കാരം. ഞാൻ കുറേ മഹാത്മാക്കളെ സന്ദർശിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ എനിക്ക് നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള ധാരാളം അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. നെഗറ്റീവും പോസിറ്റീവും ആപേക്ഷികമായിരിക്കാം, എങ്കിലും വ്യാവഹാരിക തലത്തിൽ നെഗറ്റീവെന്നും പോസിറ്റീവെന്നും ഇവിടെ പറയുന്നു. ഇതുപോലെ തന്നെ ഇപ്പം സായിബാബയെ, അമൃതാനന്ദമയ്യെ, ശ്രീ ശ്രീ രവിശങ്കറിനെ, ഇതുപോലെ ധാരാളം മഹാത്മാക്കളെ ആളുകൾ സ്നേഹിക്കുന്നു, ഗുരുവായി സ്വീകരിക്കുന്നു. ഇതുപോലെ തന്നെ ധാരാളം ആളുകൾ അവരെ എതിർക്കുന്നു, വെറുക്കുന്നു, അവർക്കെതിരെ പ്രചരണം നടത്തുന്നു. പക്ഷേ നമ്മുടെ രാമൻ സാറിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കുന്നത്, ഇദ്ദേഹത്തിനെ എതിർക്കുന്നവരോ വെറുക്കുന്നവരോ ആരുമില്ല. മാത്രമല്ല, ഒരു പ്രാവശ്യം ഇദ്ദേഹത്തെ കണ്ടാൽ തീർച്ചയായിട്ടും രാമൻ സാറുമായുള്ള ഒരു വല്ലാത്ത ബന്ധം ആ മനുഷ്യൻ സ്ഥാപിച്ചിരിക്കും. കാരണം ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ രാമൻ സാർ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വലയത്തിൽ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് എന്നെയാണെന്ന്. കാരണം അദ്ദേഹത്തിൻ്റെ എന്നോടുള്ള സമീപനം അങ്ങനെയായിരുന്നു. പക്ഷെ പിന്നീട് കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഇദ്ദേഹം എന്നോട് മാത്രമല്ല എല്ലാവരോടും ഇതുപോലെയാണ് പെരുമാറുന്നതെന്ന്. ഒരു ദിവസം ഞാൻ ഇദ്ദേഹത്തിൻ്റെ മുടി വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ വന്നു പറഞ്ഞു, അറിഞ്ഞില്ലേ, അദ്ദേഹം മരിച്ചുപോയി, ഭർത്താവിനെയാണ് ഉദ്ദേശിച്ചത്. ഉടനെ രാമൻ സാർ ഭാവമെല്ലാം മാറി വളരെ മൂകനായി ആ സ്ത്രീയോട് ചോദിച്ചു, അയ്യോ ഞാൻ അറിഞ്ഞില്ല, എന്തൊക്കെയാണ് പറ്റിയത്? അതായത് ആ ഒരു സ്ത്രീയുടെ ഏറ്റവും അടുത്ത ഒരു ബന്ധുവിനെ പോലെ ആയിരുന്നു പിന്നീട് സംസാരിച്ചത്. ഇതുപോലെ തന്നെ എത്രയോ പ്രാവശ്യം ഞാൻ മുടിവെട്ടുന്നതിനിടയിൽ പല രോഗികളും വരും. ഈ രോഗികളോടൊക്കെ ചില രോഗികൾ വന്ന് പറയും, ഞാൻ സാറിനെന്നെ പരിചയമില്ലേ, ഞാൻ നമ്മുടെ അവറാക്കാൻ്റെ മകൻ്റെ മോളാണ് എന്നൊക്കെ പറയും. അപ്പോഴത്തേക്കും സാർ, അയ്യോ അതെയോ, ഓഹോ എന്തൊക്കെയുണ്ട് അവറാക്കയുടെ വിശേഷം തുടങ്ങി ആ ഒരു സ്ത്രീയുമായി വല്ലാതെ അടുത്തു പോകും. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു മികച്ച ക്വാളിറ്റി ആയിട്ട് എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്. മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ ഈ ക്വാളിറ്റി ഞാൻ എൻ്റെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി വല്ലാതെ ആഗ്രഹിക്കുന്നു, ഒരുപാട് പാടുപെടുന്നു. എത്രയോ വർഷങ്ങളായി എല്ലാ ആളുകളെയും ഇതേപോലെ സ്നേഹിക്കാനും എല്ലാ ആളുകളുമായും അവരിൽ ഒരാളായി നിൽക്കാനും ഒക്കെ. പക്ഷേ സത്യം പറയാലോ, എൻ്റെ ഈ വലിയ ഭഗീരഥ പ്രയത്നം ഇപ്പോഴും വ്യർത്ഥമായി തുടരുന്നു എന്നല്ലാതെ ഒരു 50% പോലും എനിക്ക് ആ ഒരു അവസ്ഥയെ പ്രാപിക്കാൻ സാധിച്ചിട്ടില്ല. ഈ ഒരു വലിയ മലകയറ്റം ഞാൻ ഇപ്പോഴും തുടരുന്നു. മാത്രമല്ല, ഈ തുടർച്ചയിലൊക്കെ തന്നെ ഞാൻ സാറിനെ ഓർക്കുകയും ചെയ്യുന്നു. ഒരു ദിവസം എങ്കിലും ഈ സാറിനെ പോലെ സാറ് തന്നെ പറയാറുണ്ട്, ഒരു റോസാപ്പൂ ഒരു കള്ളൻ ചെന്നാലും ഒരു നല്ല മനുഷ്യൻ ചെന്നാലും ഒരു കൊലപാതകി ചെന്നാലും ഒരേപോലെയാണ് അത് സുഗന്ധം അവർക്ക് പകർന്നു നൽകുക. ഇതേപോലെ ഈ രാമൻ സാർ എല്ലാ ആളുകളുമായും പെരുമാറുന്ന ആ സമഷ്ടിഭാവത്തോടു കൂടിയുള്ള ആ സമീപനം അല്പമെങ്കിലും ജീവിതത്തിൽ പകർത്തണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കുന്നു. ഈ ആഗ്രഹം ഉള്ളിടത്തോളം കാലം എപ്പോഴും സാറിൻ്റെ സ്മരണകളും എന്നിൽ തന്നെയുണ്ട്. എല്ലാ പ്രിയ ബന്ധുക്കൾക്കും നമസ്കാരം.